കൂടെ അതെ ദൈവത്തിന്റെ കൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തവർ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ലോകം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് പോകുകയാ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുകയാ. നിങ്ങൾ കേൾക്കുന്നില്ലേ സംഭവങ്ങൾ, ഓരോ അനുഭവങ്ങൾ കേൾക്കുന്നില്ലേ? കർത്താവ് വരാറായി. ഇനി സാത്താൻ മിണ്ടാതിരിക്കത്തില്ല. അവൻ ഇറങ്ങി പ്രവർത്തിക്കുകയാ, തകർക്കാൻ വേണ്ടി, കുടുംബങ്ങളെ തകർക്കാൻ, സഭയെ തകർക്കാൻ. നിങ്ങൾ കാണുന്നില്ലേ വീഡിയോയിലൂടെ സഭകളിൽ അടി? കർത്താവിനെ സേവിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല. എങ്ങനെ ഇരുട്ട് വരാതിരിക്കും? എങ്ങനെ അന്ധകാരകാലം വരാതിരിക്കും? നിങ്ങളെ ഓർഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നടക്കുന്ന ഉപവാസം നമുക്കൊരു രക്ഷയുണ്ടാക്കും. മൊർദെഖായിയുടെ ഉപവാസം, എസ്തേറിന്റെ ഉപവാസം യഹൂദ ജനത്തിന് ഉദ്ധാരണം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ഒരു ഉദ്ധാരണം പ്രാർത്ഥനയിലൂടെ വരും. ഒരു ഉദ്ധാരണം, ഒരു വിടുതൽ ആരാധനയിലൂടെ വരും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ, ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ, ദൈവത്തിന്റെ ചെയ്യുന്നതിലൂടെ വരും. ഒന്ന്, നേതൃത്വമില്ല. രണ്ട്, ദൈവത്തെ മറന്ന ജനം. ഇന്ന് ഭക്ഷണമുണ്ട്, ദൈവം വേണ്ട. വീടുണ്ട്, ദൈവം വേണ്ട. വരുന്ന തലമുറ നശിച്ചുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, വീട് വേണ്ടെന്നല്ല, ഇതെല്ലാം വേണം. പക്ഷെ ദൈവമില്ലാതെ എന്ത് നേടിയാലും ദൈവവചനം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. എല്ലാം നേടിയിട്ടും, സർവ്വലോകം നേടിയിട്ടും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? നീ BA പഠിച്ചു, നീ വലിയ ഡോക്ടറേറ്റ് എടുത്തു, പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ദൈവത്തെ മറന്ന ഒരു തലമുറ. അതുകൊണ്ട് അവർ ഇരുട്ടിലേക്ക് പോയി. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം അവരെ ഓർത്ത് മനസ്സലിഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാൻ ആ കർത്താവിന്റെ സ്നേഹത്തെ പലപ്പോഴും ഓർക്കുകയാണ്. ഒരു പാട്ടുണ്ടല്ലോ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു. അത് ചിന്തിക്കാൻ പറ്റില്ല. സ്നേഹം, ആ സ്നേഹമാണ് ഇന്ന് രാത്രി ഇവിടെ നിങ്ങളെ എൻ്റെ മുമ്പിൽ, അതെ എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തി. ആ സ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹം. മണ്ണോട് ചേരേണ്ടിയിരുന്ന എന്നെ, എൻ്റെ അമ്മ പലപ്പോഴും ഞങ്ങളെ മൂന്നുപേരെയും, മക്കളായ ഞങ്ങളെ മൂന്നുപേരെയും കൊന്നിട്ട് മരിക്കാൻ വേണ്ടി പല ശ്രമം നടത്തി പരാജയപ്പെട്ടു. എൻ്റെ പൊന്നു തമ്പുരാ ഞങ്ങളെ കണ്ടതുകൊണ്ട് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നു. എൻ്റെ അമ്മ ജീവനോടെ ഇരിക്കുന്നു, എൻ്റെ പപ്പ ജീവനോടെ ഇരിക്കുന്നു, എൻ്റെ 2 സഹോദരങ്ങൾ ജീവനോടെ ഇരിക്കുന്നു. ആ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കൃപ, മനസ്സലിയുന്ന ദൈവമാ. എൻ്റെ വീട്ടിൽ ആരും വരില്ല, കുടിയന്റെ ഭവനം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എൻ്റെ വീട്ടിൽ. പക്ഷെ എൻ്റെ യേശു അപ്പം വന്നു. എൻ്റെ യേശു അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണം എൻ്റെ വേല ചെയ്യാൻ. ഒരു കഴിവും പറയാനില്ല സഹോദരൻ, ഒരു വിക്കനായിരുന്നു ഞാൻ. എനിക്ക് നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. പറ്റും, ഇടയ്ക്കൊക്കെ വിക്ക് വരും. എൻ്റെ ബന്ധുക്കളെ കളിയാക്കും. എന്താടാ പാറപ്പുറത്ത് ഇട്ട് ഇങ്ങനെ പറന്നുന്ന ചിരട്ടയുടെ ശബ്ദം പോലെ. ലോകത്തിന്, ബന്ധുക്കൾക്ക് എൻ്റെ ശബ്ദം ഒരു ഇടർച്ചയായിരുന്നു. എന്നാൽ എൻ്റെ ശബ്ദം എൻ്റെ ദൈവത്തിന് പ്രിയമായിരുന്നു. ലോകത്തിന് എന്നെ വേണ്ടായിരുന്നു, എന്നാൽ ദൈവത്തിന് എന്നെ വേണമായിരുന്നു. എൻ്റെ കുടുംബത്തെ, കുടിയന്റെ ഭവനം, അവിടെ ആരാ പോകുന്നു? ആരും പോകില്ല. പക്ഷെ എൻ്റെ യേശു വരും, മാറോട് ചേർത്ത് നിർത്തും. സക്കായിയോട് ചോദിച്ചാൽ പറയും, ഞാൻ എന്തുകൊണ്ട് ചതിവായി വാങ്ങിയിട്ട് 4 മടങ്ങ് മടക്കി കൊടുത്തു? എന്തുകൊണ്ട് കൊടുത്തു? ഞാൻ ഇതുവരെ വിചാരിച്ചത് ഈ പണമാണ് വലുതെന്ന്. അതുകൊണ്ട് 1 രൂപ മേടിക്കേണ്ടടുത്ത് 2, 3 ഞാൻ മേടിച്ചത്. പക്ഷെ എനിക്ക് യേശു വന്നോട് മനസ്സിലായി, ഏറ്റവും വലുത് യേശുവാണ്, ഏറ്റവും വലുത് ദൈവമാണ്. അതുകൊണ്ട് ഇതുവരെ വലുതെന്ന് പറഞ്ഞതിനെ ഞാൻ എറിയുകയാ ദൂരെ. യേശുവിനെ ഞാൻ മുറുകെ പിടിക്കുക. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന്റെ രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യ